ഒരു പുസ്തകത്തിന്റെ ശീർഷകം ദ ജെൻഡർ ആൻഡ് സെക്സ് ഇൻ ഇതിന്റെ മുഖ്യ തലക്കെട്ട് ദ കൺസ്ട്രെയിൻസ് ഓഫ് ഡിസൈർ സെക്സ് ആൻഡ് ജെൻഡർ ഇൻ ഏൻഷ്യന്റ് ഗ്രീസ് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഫൂക്കോയുടെ പഠനങ്ങൾ ഇതൊക്കെ സ്ഥാപിച്ചെങ്കിലും അവർ കൂടുതൽ വെളിച്ചം വീഴ്ത്തുന്ന ചില നിരീക്ഷണങ്ങൾ നടത്തുകയുണ്ടായി. അതിൽ ഒന്നാമത്തെ കാര്യം, in ancient Greece, pressure was not mutual. Pressure was not mutual. It was confined to the dominant partner. രണ്ടാമത്തെ ഒരു നിരീക്ഷണം ഉള്ളത്, ഈ ഹോമോസെക്ഷുവാലിറ്റി ആസ് സച്ച് വാസ് നോട്ട് ഷെയിംഫുൾ. അതിനെ അവർ അംഗീകരിച്ചിരുന്നു. അതൊരു ലജ്ജാകരമായിട്ടുള്ള അല്ലെങ്കിൽ സ്റ്റിഗ്മയുള്ള ഒരു കാര്യമായിരുന്നില്ല. അതേസമയം ഒരാൾ ഫീമെയിൽ റോൾ ചെയ്യുന്നു. അപ്പോൾ ആ ഫീമെയിൽ റോള് ചെയ്യുന്ന ഒരവസ്ഥ വരുന്നത് അവർക്ക് അപമാനകരമായിരുന്നു എന്നുകൂടി ജെ വിംഗ്ലറിന്റെ പുസ്തകത്തിലുണ്ട്. പുസ്തകത്തിന്റെ പേര് കൺസ്ട്രെയിൻസ് ഓഫ് ഡിസയർ, ദ ജെൻഡർ ആൻഡ് സെക്സ് ഇൻ ഏൻഷ്യന്റ് ഗ്രീസ്. അപ്പൊ നമുക്ക് ഫൂക്കോയുടെ ഈ പുസ്തകത്തിലേക്ക് സെക്സ്വാലിറ്റി വോളിയം 1 എഴുതി. മാത്രമല്ല അദ്ദേഹം വോളിയം 2 എഴുതി, വോളിയം 3 എഴുതി. 1984 മരണ സമയത്ത് വോളിയം 4 പണിയെടുക്കുകയായിരുന്നു. അപ്പൊ വോളിയം 1 അതൊരു ഇൻട്രൊഡക്ടറി ഇതാണ്. അപ്പൊ വോളിയം 1 ചർച്ച ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് സെക്ഷൽ കോണ്ടക്ട് അല്ലെങ്കിൽ സെക്ഷൽ ബിഹേവിയർ, സെക്ഷൽ പ്രാക്ടീസ്, എങ്ങനെയാണ് റിലീജിയസ്, ഫിലോസഫിക്കൽ ആ സ്ട്രീംസ് ഒക്കെ സെക്ഷുവാലിറ്റിയെ റെപ്രസെന്റ് ചെയ്തത്, അതൊന്നുമല്ല. അദ്ദേഹത്തിന്റെ ആ വോള്യത്തിന്റെ മുഖ്യ പ്രമേയം, ഹൗ ദ വെസ്റ്റേൺ യൂറോപ്യൻ ഇൻഡിവിജ്വൽസ് had become sexual subjects. എങ്ങനെയാണ് പോസ്റ്റ് എൻലൈറ്റൻമെന്റ് പീരീഡിൽ, ഏതാണ്ട് 17-ാം നൂറ്റാണ്ടിന്റെ അന്ത്യം തൊട്ട് തുടങ്ങുന്ന ആ കാലഘട്ടത്തിൽ, ഏതാണ്ട് 18-19 നൂറ്റാണ്ടായപ്പോഴത്തേക്കും എങ്ങനെ ഇവർ സെക്ഷൽ സബ്ജക്ട്സ് ആയി മാറുന്നു എന്നതാണ് അതിന്റെ മുഖ്യ സവിശേഷത. അപ്പോൾ ഇതിലേക്ക് നമ്മൾ വരുമ്പോൾ ഈ വിക്ടോറിയൻ കാലഘട്ടം വളരെ പ്രധാനം. വിക്ടോറിയൻ കാലഘട്ടത്തിൽ ഈ സെക്സുമായി ബന്ധപ്പെട്ട് ഒരുപാട് സെൻസറിങ്, പ്രൊഹിബിഷൻസ്, റെഗുലേഷൻസ്, ഈവൻ സൈലൻസിങ്, എന്നുവെച്ചാൽ സെക്സുമായി ബന്ധപ്പെട്ട സെക്ഷൽ ആയിട്ടുള്ള ഏത് കാര്യത്തെക്കുറിച്ചും ഒരുപാട് നിയന്ത്രണങ്ങളും ഒരുപാട് സെൻസറിങ്ങും എന്ന് പറഞ്ഞാൽ ഒരു നിശബ്ദീകരണം തന്നെ വിക്ടോറിയൻ കാലഘട്ടത്തിലുണ്ടായിരുന്നു. സഭ്യതയുടെ കുറെ ചിട്ടവട്ടങ്ങൾ, അങ്ങനെ ഇതൊക്കെയായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ. അപ്പം സെക്സ് എന്ന് പറഞ്ഞാൽ വീടിനകത്ത്, അതും പ്രൊക്രിയേറ്റിംഗ് കപ്പിൾ, മാരീഡ് കപ്പിൾ വീടിനകത്ത് സ്വകാര്യമായി ഒരു ഇതാണ്, എക്സ്പ്രസ് ചെയ്യേണ്ട കാര്യമാണ്. അപ്പോ അങ്ങനെ വീടിനകത്തേക്ക് ലൈംഗികതയെ വെട്ടിച്ചുരുക്കിയ, ലൈംഗികതയെ സൈലൻസ് ചെയ്ത, ലൈംഗികതയുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളിലും ഒരുപാട് പ്രൊഹിബിഷൻസ് ഉണ്ടായിരുന്ന ഒരു കാലം. ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പൊ വിക്ടോറിയൻ കാലഘട്ടത്തിൽ, ഞാൻ ഫൂക്കോയുടെ പുസ്തകത്തിൽ നിന്നല്ല, മറ്റൊരു പുസ്തകത്തിൽ നിന്ന് വായിച്ച ഓർമ്മയാണ്. ഈ പിയാനോയുടെ കാലുകൾ ഉണ്ടാവല്ലോ, പിയാനോ. അപ്പൊ പിയാനോയുടെ കാലുകൾ പോലും അവർ തുണി വെച്ച് കെട്ടിമറച്ചിരുന്നു. എന്ന് വെച്ചാൽ പിയാനോയുടെ കാലുകളെ വരെ തുണി കൊണ്ട് മറക്കേണ്ട വിക്ടോറിയൻ സദാചാര ഇതൊന്ന് നോക്കൂ. അപ്പൊ വിക്ടോറിയൻ കാലഘട്ടത്തിലെ ഇത് അതായിരുന്നു. അപ്പൊ ഫൂക്കോ വിക്ടോറിയൻ കാലഘട്ടത്തിൽ പവർ ഓഫ് റിപ്രഷൻ സെക്സിനെ സംബന്ധിച്ച്, അപ്പം സെക്സ് വാസ് റിപ്രസ്ഡ്, അത് യാഥാർത്ഥ്യമായിരുന്നു. ഫൂക്കോ യാഥാർത്ഥ്യത്തെ അങ്ങ് നിഷേധിക്കുന്നില്ല. പക്ഷേ
ഈ റിപ്രസീവ് ഹൈപ്പോത്തിസിസ് അത് മറ്റല്ല, ക്യാപിറ്റലിസം, ഇൻഡസ്ട്രിയൽ ക്യാപിറ്റലിസവുമായി ബന്ധപ്പെട്ട പല പുസ്തകങ്ങളും ഈ റിപ്രസീവ് ഹൈപ്പോത്തിസിസിനെ പറ്റി പരാമർശിച്ചു പോവാറുണ്ട്. അപ്പോൾ ക്യാപിറ്റലിസത്തിന്റെ ജനറൽ ഫോം ഓഫ് റിപ്രഷൻ ലൈംഗികതയുടെ മണ്ഡലത്തിലേക്കും വന്നു എന്ന രീതിയിൽ അതിലളിതമായി ചുരുക്കി വെട്ടിച്ചുരുക്കുന്ന ഒരു യുക്തിയാണ് പല പുസ്തകങ്ങളിലും ഉണ്ടാവാറുള്ളത്. പക്ഷെ ഫൂക്കോ ഈ റിപ്രസീവ് അനാലിസിസിനെ, റിപ്രഷനെ തള്ളിക്കളയുന്നില്ല. പക്ഷെ ഫൂക്കോ അന്വേഷിച്ചു പോകുമ്പോൾ ഇതേ കാലഘട്ടത്തിൽ 17ാം നൂറ്റാണ്ടിന്റെ ഒടുവിൽ തൊട്ട് 18-19 നൂറ്റാണ്ടുകളാവുമ്പോഴത്തേക്കും സെക്സുമായി ബന്ധപ്പെട്ട ഒരുപാട് ഡിസ്കഷൻസ് നടക്കുന്നുണ്ട്. അപ്പോ ആ സെക്സുമായി ബന്ധപ്പെട്ട ഒരുപാട് ഡിസ്കോസസ്, ഒരുപാട് തരം ചർച്ചകൾ പല മണ്ഡലങ്ങളിൽ, മെഡിക്കൽ, പെഡഗോഗിക്കൽ, അതുപോലെ തന്നെ ലീഗൽ, അതുപോലെ തന്നെ ക്രിമിനൽ ജസ്റ്റിസിന്റെ എല്ലാ കാര്യത്തിലും ഈ സെക്സുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംസാരങ്ങൾ നടക്കുന്നു. എന്നാൽ അതേസമയം തന്നെ സൈമൾട്ടേനിയസ്ലി ഈ സെക്സ് എന്ന് പറയുന്നത് വീട്ടിൽ പ്രൊക്രിയേറ്റിംഗ് കപ്പിൾ മാത്രം ചെയ്യേണ്ട ഒരു വിഷയമാണെന്ന് ഇതും വരുന്നുണ്ട്. അപ്പോ വിക്ടോറിയൻ കാലഘട്ടത്തിലെ അൺനാച്ചുറൽ, അബ്നോർമൽ, അൺഓർത്തഡോക്സ് സെക്സ് ഒക്കെ ഉണ്ടല്ലോ. അപ്പം ഈ ഹെട്രോ സെക്ഷൽ, അതായത് മോണോഗാമസ് ഹെട്രോസെക്ഷൽ ആക്ട്സ്, അത് മാത്രമേ അംഗീകരിച്ചിട്ടുള്ളൂ. മോണോഗാമസ് ഹെട്രോസെക്ഷൽ അതാണ് നോർമൽ. ബാക്കിയെല്ലാം അബ്നോർമലാണ്, അൺനാച്ചുറലാണ്, അൺഓർത്തഡോക്സ് ആണ്. ഹോമോസെക്ഷുവാലിറ്റി ആവട്ടെ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള സെക്ഷുവാലിറ്റി ആവട്ടെ, ഈ അൺഓർത്തഡോക്സ് സെക്ഷുവാലിറ്റി മുഴുവൻ ബാൻ ചെയ്യപ്പെട്ടിരുന്നു. അത് നിയമം മൂലമല്ല, അത് വേറെ തന്നെ ഉള്ള ഒരു പവറാണ്. ആ പവറിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഫൂക്കോ ഇത് അന്വേഷിച്ച് പോകുമ്പോൾ ഈ വ്യവഹാരങ്ങളുടെ ഒരു അക്യുമുലേഷനാണ് കാണാൻ സാധിക്കുന്നത്. ഒരേ സമയം ഇതുണ്ട്, മറുഭാഗത്ത് അതുമുണ്ട്. അപ്പൊ എന്താണെന്ന് വെച്ചാൽ അവിടെ ഇപ്പോ നമ്മള് ആ വ്യവഹാരങ്ങളിൽ പ്രധാനമായും ഈ ചിൽഡ്രൻ സെക്സ്, കുട്ടികളുടെ സെക്സ്, അതുപോലെ തന്നെ ജെറോണ്ടോഫൈൽ, വൃദ്ധജനങ്ങളുടെ സെക്സ്, ഫെറ്റിഷിസ്റ്റ്, അചേതന വസ്തുക്കളോട് ലൈംഗിക തൃഷ്ണ തോന്നുന്ന ആളുകളുടെ സെക്ഷുവാലിറ്റി, ഇൻവേർട്ടുകളുടെ സെക്ഷുവാലിറ്റി, പിന്നെ നമ്മുടെ ചില ഈ ഭാര്യ ഭർത്തൃബന്ധമല്ലാത്ത ചില റിലേഷൻഷിപ്സ് തമ്മിലുള്ള സെക്ഷുവാലിറ്റി. ഫോർ എക്സാമ്പിൾ, ടീച്ചർ സ്റ്റുഡൻറ്, ഡോക്ടർ പേഷ്യൻറ്റ്, സൈക്യാട്രിസ്റ്റ് മെന്റൽ പേഷ്യൻറ്റ്, ഇവരൊക്കെ തമ്മിലുള്ള സെക്ഷുവാലിറ്റി, ഇതിനെ പറ്റിയൊക്കെയുള്ള മെനിഫോൾഡ് ഡിസ്കോഴ്സസ് ആണ് ആ കാലഘട്ടത്തിൽ ഉണ്ടായി വരുന്നത്. അപ്പോൾ ഫൂക്കോയുടെ കൺക്ലൂഷൻ ഇതാണ്: റിപ്രസീവ് ഹൈപ്പോത്തിസിസ് യൂണിഫോം ആൻഡ് കോൺസ്റ്റന്റ് അല്ല. റിപ്രഷനുണ്ട്, പക്ഷേ ഈ റിപ്രഷൻ, ദി ഫോഴ്സ് ഓഫ് റിപ്രഷൻ, ദി പവർ ഓഫ് റിപ്രഷൻ ഓൺ ദി ബോഡീസ്, ഓൺ ദി ഇൻഡിവിജ്വൽസ്, ഓൺ സെക്ഷുവാലിറ്റീസ്, ഈ പവർ ഓഫ് റിപ്രഷൻ ഉണ്ടാക്കിയ റിസൾട്ട് എന്താണ്? proliferation of unorthodox, perverse sexualities. അപ്പോൾ ഈ പവർ ഉണ്ടാക്കിയത് എന്താണ്? proliferation of perverse sexualities, implantation of perverse, unorthodox, unnatural എന്നൊക്കെ പറഞ്ഞ unnatural എന്ന് വിക്ടോറിയൻ കാലഘട്ടം വിധി എഴുതിയ അൺനാച്ചുറൽ, അബ്നോർമൽ എന്നൊക്കെ വിധി എഴുതി മാറ്റി നിർത്തിയ ആ സെക്ഷുവാലിറ്റിയെ ഇംപ്ലാന്റ് ചെയ്യുന്നതിലാണ് ഈ റിപ്രഷൻ, ദി പവർ ഓഫ് റിപ്രഷൻ കലാശിച്ചത്. അപ്പോൾ ഈ റിപ്രസീവ് ഹൈപ്പോത്തിസിസ് is not adequate to explain the sexuality during the Victorian era എന്നാണ് ഫൂക്കോ പറഞ്ഞു വരുന്നത്. അപ്പോൾ നമുക്ക് ആ കാലഘട്ടത്തിൽ തന്നെ ഫൂക്കോ എഴുതുന്നുണ്ട് ഒരുപാട്, പിന്നെ ഈ സെക്സ്, ലൈംഗികതയുമായി ബന്ധപ്പെട്ട
ഒരുപാട് ചർച്ചകൾ നടക്കുന്നു. അങ്ങനെ ഈ സെക്സ് ബിക്കെയിം ആൻ ഒബ്ജക്റ്റ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഗവൺമെന്റ്. അപ്പൊ എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ചാൽ ഈ പോപ്പുലേഷന്റെ കണക്ക് കാര്യങ്ങൾ ഒക്കെ എല്ലാ സർക്കാരുകളും എടുക്കാറുണ്ട്. അതിന് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചെടുക്കുമ്പോൾ ഈ പോപ്പുലേഷനുമായി ബന്ധപ്പെട്ട കണക്കെടുപ്പിൽ ഈ ജനങ്ങളുടെ ലൈംഗിക ജീവിതം, ബർത്ത് റേറ്റ്, അതുപോലെ ലെജിറ്റിമേറ്റ് ആൻഡ് ഇലെജിറ്റിമേറ്റ് ബർത്ത്, ഫെർട്ടിലിറ്റി, അതുപോലെ തന്നെ ഏജ് ഓഫ് മാരേജ് ആൻഡ് ഫ്രീക്വൻസി ഓഫ് സെക്ഷൽ റിലേഷൻസ്, ഇതൊക്കെ ഉൾപ്പെടുത്തുന്നു. അപ്പോൾ ഈ പോപ്പുലേഷന്റെ കണക്കുകൾ, അപ്പോൾ ആ പോപ്പുലേഷന്റെ കണക്കിലൂടെ ഒരു സെക്സിനെ പറ്റിയുള്ള അല്ലെങ്കിൽ ലൈംഗികത സെക്ഷുവാലിറ്റിയെ പറ്റിയുള്ള ഒരു ആർക്കൈവ് തന്നെ സൃഷ്ടിക്കപ്പെടുകയാണ്. അപ്പോൾ ഈ ആർക്കൈവാണ് പിന്നീട് ഈ മെഡിക്കൽ, സൈക്യാട്രിക്, അതുപോലെ തന്നെ പെഡഗോഗിക്, ക്രിമിനൽ ജസ്റ്റിസ്, ഇതിലൊക്കെ ഈ ആർക്കൈവ്, ഈ സെക്ഷുവാലിറ്റിയുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും ഇൻസ്ക്രൈബ് ചെയ്യപ്പെടുന്നു. അപ്പോൾ അങ്ങനെ ഒരു വശം. പിന്നെ ഉള്ളത് ഈ വിക്ടോറിയൻ മൊറാലിറ്റിയുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഫൂക്കോ അന്വേഷിച്ചു പോകുമ്പോൾ ഞാൻ ടെൻഷനായി പോയി. പിന്നെ മറ്റൊന്നുള്ളത് ഈ കൺഫെഷൻ. അപ്പൊ കൺഫെഷൻ എന്ന് പറഞ്ഞാൽ കുമ്പസാരം. നമുക്കറിയാം ക്രിസ്ത്യാനിറ്റിയുടെ ആദ്യ നൂറ്റാണ്ടുകളിൽ തന്നെ കുമ്പസാരം ആരംഭിച്ചു. അപ്പൊ ആ കുമ്പസാരം 17-ാം നൂറ്റാണ്ടിന്റെ ഒടുവിൽ തൊട്ട് ഒരു 18-19 നൂറ്റാണ്ടുകൾ ആകുമ്പോഴത്തേക്കും ഈ കൺഫെഷൻ സെക്കുലർ മണ്ഡലത്തിലേക്ക് വരിക. കൺഫെഷനില് അവരുടെ ഡീവിയന്റ് എന്ന് വെച്ചാൽ അവര് മതപരമായി അല്ലെങ്കിൽ സാമൂഹികമായിട്ടുള്ള നോം എന്താണോ അതിനെതിരെ ചെയ്ത കാര്യങ്ങൾ, പ്രത്യേകിച്ചും സെക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കൂടുതൽ. ഈ എല്ലാ കുമ്പസാരങ്ങളിലല്ല ഞാൻ പറയുന്നത്, ഈ ഫൂക്കോയുടെ കോണ്ടെക്സ്റ്റിലാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ ചില വഴിമാറിയുള്ള അഗമ്യ ഗമനങ്ങളെ പറ്റി മാത്രമല്ല പലപ്പോഴും കുമ്പസരിക്കുക. ഈവൻ സെക്ഷൽ ഫാന്റസീസ്, അവരുടെ ചില സെക്ഷൽ ഡ്രീംസ്, ഫാന്റസീസ്, അതുവരെ എന്ന് വെച്ചാൽ ഓരോ മൈന്യൂട്ടായിട്ടുള്ള ചെയ്യാത്ത കാര്യം പോലും, ചെയ്യാൻ ചിലപ്പോൾ മനസ്സുകൊണ്ട് വിചാരിച്ച കാര്യം പോലും കുമ്പസരിക്കാൻ ഉള്ള ഒരു ഇതായി മാറും. അത് എവിടെ? അത് ക്രിസ്ത്യൻ പള്ളികളിൽ ഉള്ള കുമ്പസാര കൂട്ടിൽ നിന്ന് ഈ കുമ്പസാരം, ഈ ലൈംഗികതയെ പറ്റിയുള്ള ഓരോ മണിയായിട്ടുള്ള കുമ്പസാരം സൈക്യാട്രിസ്റ്റുകളുടെ മുറികളിലേക്ക് എത്തുന്നു. അങ്ങനെ സൈക്യാട്രിസ്റ്റുകൾ മാത്രമല്ല, ചിൽഡ്രൻ പാരൻസിനോട്, സ്റ്റുഡൻസ് ടീച്ചേഴ്സിനോട്, പേഷ്യൻസ് സൈക്യാട്രിസ്റ്റിനോട് ഒക്കെ ഇങ്ങനെ കുമ്പസരിക്കുന്ന ഒരു അവസ്ഥ വരുന്നു. അങ്ങനെ അപ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ചാല് ഈ ഇങ്ങനെ സെക്സ് became an object of knowledge. Object of knowledge എന്ന് പറയുമ്പോൾ not mere knowledge, but a privileged, very important, മർമ്മപ്രധാനമായിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് ഓഫ് നോളജ് ആയി മാറുന്നു. ദാറ്റ് ഈസ് ദ സീക്രട്ട് ഓഫ് അവർ ബീയിങ്, ട്രൂത്ത് ഓഫ് സെക്സ് ആൻഡ് ട്രൂത്ത് ഇൻ സെക്സ് എന്ന് വേണമെങ്കിൽ പറയാം. ആ രീതിയിൽ
ഒരു വ്യവഹാരം ഉണ്ടായി വരുന്നു. അപ്പോൾ ഈ രീതിയിലുള്ള പ്രൊഡക്ഷൻ ആൻഡ് പ്രൊലിഫറേഷൻ ഓഫ് ഡിസ്കോഴ്സസ് ഓഫ് sexuality in the 19th century, there emerged 4 great strategic unities and associated sexual subjects. നമുക്ക് പറയുന്നത് ഈ 19ാം നൂറ്റാണ്ടിലെ ഈ ലൈംഗികതയെ പറ്റിയുള്ള ഈ ഡിസ്കോഴ്സസിന്റെ അതിബൃഹത്തായ വ്യാപനം മൂലം 4 ഗ്രേറ്റ് സ്ട്രാറ്റജിക് യൂണിറ്റീസ് ഉണ്ടാവുന്നു. അതോടൊപ്പം തന്നെ 4 സെക്ഷൽ സബ്ജക്ട്സും ഉണ്ടാവും. അതിൽ ഒന്നാമത്തെ സ്ട്രാറ്റജിക് യൂണിറ്റി, ദി ഹിസ്റ്ററൈസേഷൻ ഓഫ് വിമൻസ് ബോഡീസ്. ദി ഹിസ്റ്ററൈസേഷൻ ഓഫ് വിമൻസ് ബോഡീസ്, അതിന് ചേർന്ന് നിൽക്കുന്ന സെക്ഷൽ സബ്ജക്റ്റ് ആണ് ദ ഹിസ്റ്ററിക് വിമൻ. പെൺ ശരീരത്തിന്റെ ഹിസ്റ്റീരിയവൽക്കരണം. സെക്ഷൽ സബ്ജക്ട് ഹിസ്റ്റീരിയയുള്ള സ്ത്രീ. രണ്ടാമത്തെ സ്ട്രാറ്റജിക് യൂണിറ്റ്, ദ പെഡഗോഗൈസേഷൻ ഓഫ് ചിൽഡ്രൻസ് സെക്സ്. കുട്ടികളുടെ ലൈംഗികതയുടെ പെഡഗോഗൈസേഷൻ. അപ്പോൾ ഉണ്ടാവുന്നത് മാസ്റ്റർബേറ്റിംഗ് ചൈൽഡ്. അപ്പോൾ ഇതോട് അനുബന്ധിച്ച് ഞാനൊരു കാര്യം സൂചിപ്പിക്കാം. അപ്പോൾ വിക്ടോറിയൻ കാലഘട്ടത്തിൽ തന്നെ ചിൽഡ്രൻസ് ബോയ്സ് മാസ്റ്റർബേഷൻ ഭയങ്കര കൺസേൺ ആയിരുന്നു, എല്ലാവർക്കും ആദിയായിരുന്നു. ഇതെങ്ങനെയെങ്കിലും ഒന്ന് നിർത്തിക്കെട്ടണം. അതുകൊണ്ട് എന്തുണ്ടായി, നേരത്തെ പറഞ്ഞ മാതിരി തന്നെ പ്രൊലിഫറേഷൻ, അഡ്വൈസ് ജേർണലിസ്റ്റ്, ക്ലാസ്സുകൾ, ഉപദേശകർ, ആ രീതിയിൽ ഈ ബോയ്സ് മാസ്റ്റർബേഷനുമായി ബന്ധപ്പെട്ട് ഒരു നിരന്തര ചർച്ചകളും നിരന്തര അഡ്വൈസ് മാനുവൽസും, അങ്ങനെ ആ ഒരു ഡിസ്കഷന്റെ ഫലമായി എന്ത് സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ ഒരു മാസ്റ്റർബേഷൻ ആസ് എ സെക്ഷൽ ആക്ടിവിറ്റി became implanted. എന്തിനെയാണോ ഇറാഡിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചത്, എന്തിനെയാണോ ഉന്മൂലനം ചെയ്യാൻ ശ്രമിച്ചത്, നേരത്തെ പറഞ്ഞതുപോലെ ഈ സെക്ഷുവാലിറ്റിയെ പറ്റിയുള്ള ചർച്ചകൾ അല്ല, ഈ ഡീവിയന്റ്, അബ്നോർമൽ, അൺനാച്ചുറൽ സെക്ഷുവാലിറ്റിയെ പറ്റി ഉള്ള ചർച്ചകളും ആ രീതിയിലുള്ള ക്രിയകളും ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയാണ് ഈ ചർച്ചകളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നത്. അങ്ങനെ നടന്നപ്പോൾ ഫൂക്കോ ചൂണ്ടിക്കാട്ടിയത് ഉണ്ടായതെന്താണ് എന്ന് വെച്ചാൽ, എന്താണോ ഇറാഡിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചത് അത് പൂർവാധികം ശക്തിയോടെ തിരിച്ചു വന്ന് സമൂഹ ഗാത്രത്തിൽ വേരൂന്നുന്ന കാഴ്ചയാണ് നേരത്തെ കണ്ടത്. ഇവിടെ ബോയ്സ് മാസ്റ്റർബേഷൻ എന്നതിനെ ഇറാഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഒരുപാട് മാനുവൽസും ചർച്ചകളും ഉപദേശകരും എന്ന് വെച്ചാൽ പെഡഗോഗിക്കലായിട്ടും സ്കൂൾസിലും എല്ലാ രീതികളിലും എല്ലാ മണ്ഡലത്തിലും ഇതിനെ നിർമ്മാർജ്ജനം ചെയ്യാനുള്ള ശ്രമം നടന്നപ്പോൾ അത് 10 മടങ്ങ് ശക്തിയോടെ സമൂഹത്തിൽ ആ ടൈപ്പ് ഓഫ് സെക്ഷുവാലിറ്റി പ്രതിഷ്ഠിക്കപ്പെടുകയായിരുന്നു എന്നാണ് ഫൂക്കോ പറഞ്ഞത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ സ്ട്രാറ്റജിക് യൂണിറ്റീസ്, ഒന്ന് ഹിസ്റ്ററൈസേഷൻ ഓഫ് വിമൻസ് ബോഡീസ്, അത് that corresponds to historic women. Then pedagogization of children's sex, that corresponds to masturbating child. Then a socialization of procreative behavior, അത് വിക്ടോറിയൻ സമൂഹത്തിന് പറ്റിയതാണ്. Socialization of procreative, that is conjugal, monogamous, heterosexual sexuality. അതിന് അപ്പോൾ ദാറ്റ് ഈസ് മാൽത്തൂസിയൻ കപ്പിൾ ഇക്കണോമിക്സ് ആണ്. ദ സൈക്യാട്രൈസേഷൻ ഓഫ് പെർവേഴ്സ് പ്ലഷർ, പെർവേർട്ട് അഡൽട്ട്. അപ്പൊ പെർവേർട്ട് എന്ന് വെച്ചാൽ ഈ നോർമൽ ആണ് എന്ന് അംഗീകരിക്കാത്ത സെക്ഷൽ ആക്ടിവിറ്റീസ് ഒക്കെ പെർവേർട്ടാണ്. അതൊക്കെ എന്തിന് വിധേയമാവുന്നു? അതൊക്കെ സൈക്യാട്രിക്ക് വിധേയമാവുന്നു. അങ്ങനെ ഈ വിക്ടോറിയൻ കാലഘട്ടത്തിലാണ് ഇങ്ങനെ ഈ മെഡിക്കൽ സൈക്കോളജി, സൈക്യാട്രി
ഒക്കെ ഇങ്ങനത്തെ എന്ന് വെച്ചാൽ മോണോഗമസ് ഹെട്രോസെക്ഷൽ ആക്ടിവിറ്റീസ് അല്ലാത്ത എല്ലാ സെക്ഷുവാലിറ്റീസും എല്ലാ മോഡ് ഓഫ് സെക്ഷുവാലിറ്റീസും എന്താണ്, അബ്നോർമലാണ്. അത് ഒന്നുകിൽ ഇന്റർപ്രറ്റ് ചെയ്യണം, അല്ലെങ്കിൽ തെറാപ്പി ട്രീറ്റ് ചെയ്യണം എന്നുള്ള ഇതിലേക്ക്. അപ്പോൾ ഈ അബ്നോർമാലിറ്റിയെ, അപ്പോൾ ഇതോടൊപ്പം തന്നെ ഈ സൈക്യാട്രിക്ക് വേണ്ട മെഡിക്കൽ പെഡഗോഗിക് ആയിട്ടുള്ള ഒക്കെ ആൾക്കാർ നിറയുന്നു. അങ്ങനെ ഈ അബ്നോർമൽ അല്ലെങ്കിൽ അൺനാച്ചുറൽ എന്ന് കരുതപ്പെട്ട സെക്ഷുവൽ ആക്ടിവിറ്റീസിൽ ഏർപ്പെടുന്നവരെ ട്രീറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ തെറാപ്പി, സൈക്കോ തെറാപ്പി അവർക്ക് വേണമെന്ന ഇതിലെത്തുന്നു. അങ്ങനെ സൈക്യാട്രി ആസ് എ പവർ ഇത്തരക്കാരുടെ ബോഡിയിൽ ഇടപെടുന്നു. ഇങ്ങനെ ഉള്ള ഒരു അവസ്ഥയാണ് പൊതുവിൽ കാണാൻ കഴിയുക. അപ്പം when the power was exercised, the power of repression concerning sex was exercised on the bodies of subjects, what happened was, എന്താണ് സംഭവിച്ചത്? എന്താണോ ഈ പവർ കൊണ്ട്, ഈ റിപ്രസീവ് പവർ കൊണ്ട് ഉദ്ദേശിച്ചത്, അതിന്റെ നേർ വിപരീത ഫലമാണ് വാസ്തവത്തിൽ എവിടെ ഉണ്ടായത്? വിക്ടോറിയൻ കാലഘട്ടത്തിൽ ഉണ്ടായത്. മാത്രമല്ല ഫൂക്കോ പറയുന്നത്, ഈ ഫൂക്കോ പവറിനെ പറ്റി പറയുമ്പോൾ ഫൂക്കോ പവറിനെ പറ്റി പല കാര്യങ്ങളും പറഞ്ഞു. പവർ ഈസ് എവരിവെയർ ആൻഡ് ഇറ്റ് കംസ് ഫ്രം എവരിവെയർ. Wherever there is power, there is resistance. ഫൂക്കോ മറ്റൊരു പ്രധാന കാര്യം കൂടി പറഞ്ഞു. പവർ നെഗറ്റീവ് മാത്രമല്ല, റിപ്രഷൻ മാത്രമല്ല, ഡോമിനേഷൻ മാത്രമല്ല, പവർ ഈസ് പോസിറ്റീവ് ആൻഡ് പ്രൊഡക്റ്റീവ്. അങ്ങനെ പറയാൻ കാരണം ഫൂക്കോ തന്നെ ഹിസ്റ്ററി ഓഫ് സെക്ഷുവാലിറ്റിയിൽ ഒരു ഭാഗത്ത് ചോദിക്കുന്നുണ്ട്, if the function of power is only repression and saying no to everything, who will obey that power? പവറിന്റെ ധർമ്മം എന്ന് പറയുന്നത് വെറും നെഗറ്റീവ് ആണ്, റിപ്രഷൻ ആണ്. എല്ലാറ്റിനും നോ, പ്രൊഹിബിഷൻ, സെൻസറിങ്, റിപ്രഷൻ, ഇത് മാത്രമാണ് പവർ എങ്കിൽ who will obey it എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യം ഉയർത്തുന്നു. അപ്പോൾ ഫൂക്കോ പറയുന്നത് ഇതാ പവറിന്റെ ഏറ്റവും പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള, പോസിറ്റീവ് ആയിട്ടുള്ള സൈഡ് എന്ന് വെച്ചാൽ പവർ എക്സേർട്ട് ചെയ്യുന്നു. ഇത് പവർ എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് പവർ അല്ല, അത് ഒരു സമൂഹത്തിൽ മൊത്തം സർക്കുലേറ്റ് ചെയ്യുന്ന ഒരു വിക്ടോറിയൻ കാലഘട്ടത്തിന്റെ ഡിസ്കോഴ്സ്, സെക്ഷുവാലിറ്റിയെ പറ്റിയുള്ള ആ ഡിസ്കോഴ്സ് ആണ് ആ പവർ. ആ പവർ ഈ ഇത്തരം അബ്നോർമൽ എന്ന് ഇവർ വിധിച്ച അൺനാച്ചുറൽ ആയിട്ടുള്ള സെക്ഷൽ ആക്ടിവിറ്റീസിൽ തൃഷ്ണയുണ്ടെന്ന് ഇവർ മുദ്രകുത്തിയ ആളുകളിൽ ചെലുത്തിയപ്പോൾ, അത് ചെലുത്താൻ വേണ്ടി ഒരുപാട് ചർച്ചകളും വ്യവഹാരങ്ങളും സൃഷ്ടിക്കപ്പെട്ടപ്പോൾ വാസ്തവത്തിൽ പൊന്തി വന്നത് എന്താണോ നിർമ്മാർജ്ജനം ചെയ്യാൻ ശ്രമിച്ചത് അത് തന്നെയാണ്. അതുകൊണ്ടാണ് ഫൂക്കോ പറഞ്ഞത് പവർ ഹാസ് പോസിറ്റീവ് ആൻഡ് പ്രൊഡക്റ്റീവ് റോൾ ടു. അപ്പൊ പവറിനെ പറ്റി ഫൂക്കോ അത് കുറെ കാര്യങ്ങളുണ്ട്. പവർ ഈസ് എവ്രിവെയർ. ഇപ്പം മാർക്സിസ്റ്റ് ആൻഡ് ലിബറൽ അപ്രോച്ച് അനുസരിച്ച് പവർ എന്ന് പറഞ്ഞാൽ ഒരു ഒറിജിൻ ഉണ്ടാവും. that origin is state power, അല്ലെങ്കിൽ ക്ലാസ് റിലേഷൻസിലാണ് പവർ നിൽക്കുന്നത് എന്ന് മാർക്സിസ്റ്റ് അല്ലെങ്കിൽ മോഡ് ഓഫ് പ്രൊഡക്ഷൻ. അപ്പോൾ ആ ക്ലാസ് റിലേഷൻസിൽ അപ്പോൾ സ്റ്റേറ്റ് ആണ് ഏറ്റവും വലിയ ഈ അധികാരത്തിന്റെ ഏറ്റവും വലിയ വാഹക അല്ലെങ്കിൽ വാഹകൻ. എന്താണ് സ്റ്റേറ്റിനെ പറയാന്നറിയില്ല. ഞാൻ തന്നെ മോണോഗമസ് എന്ന് നേരത്തെ പറഞ്ഞപ്പോൾ നമ്മുടെ ഭാഷയിൽ പോലും ഭാഷ പോലും എത്രമാത്രം ജെൻഡേർഡ് ആണ്. മോണോഗമി, ഏകപത്നി വ്രതം, ഏകപതി വ്രതം അല്ലെങ്കിൽ ഏകഭർത്തൃവ്രതം എന്ന് ആവുമല്ലോ. പക്ഷെ നമ്മുടെ ഭാഷയിൽ ഉപയോഗിക്കാറ് ഏകപത്നി വ്രതം അല്ലെങ്കിൽ ഏകപത്നിത്വം.
ഏകഭർത്തൃത്വം കൂടിയാവാം. അപ്പോ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പിന്നെ പവറിന് ഒരു പോസിറ്റീവ് ആൻഡ് പ്രൊഡക്റ്റീവ് ഫങ്ഷൻ ഉണ്ട്. മാത്രമല്ല ഫൂക്കോൾഡിയൻ പവർ എന്ന് പറഞ്ഞാൽ ഒരു ഇറ്റ് ഈസ് എവറിവേർ. It is a strategic hierarchical relations which are local and unstable. അപ്പോ ഈ പവർ എന്ന് പറഞ്ഞാൽ ടോപ്പ് ഡൗൺ ആയിട്ട് ഇങ്ങനെ കീഞ്ഞ് ഇറങ്ങി വരുന്ന ഒരു സാധനമല്ല. അത് ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് കാപ്പിലറി സർക്കുലേറ്റിംഗ് ഇൻ ദ ബോഡി, സോഷ്യൽ ബോഡി. അപ്പൊ പവർ ഒരു ഒറിജിൻ ഇന്ന് ഇങ്ങനെ ഒരു ഡിസെൻഡിങ് ആയിട്ട് വന്നിട്ട് എല്ലാവരെയും പിടികൂടുന്ന ഒരു പ്രേതമല്ല. അത് ഇറ്റ് ഈസ് എ വെബ് ഓഫ് റിലേഷൻസ്. പവർ ഇസ് റിലേഷണൽ എന്ന് പറയുന്നുണ്ട്. അപ്പൊ പവർ എന്ന് പറഞ്ഞാൽ ഒരു എ കിങ് ഈസ് ഓൺലി എ കിങ് ഇഫ് ഹി ഹാസ് സബ്ജക്ട്സ്. വിതൗട്ട് സബ്ജക്ട്സ് കിങ് ഇസ് നോട്ട് എ കിങ്. അപ്പോ ഒന്നിൽ കൂടുതൽ ഏജന്റുമാർ ഉണ്ടാകുമ്പോൾ ഒരു പവർ റിലേഷൻസ് എന്തായാലും ഉണ്ടാവും. അത് ലോക്കലായിട്ടുള്ള ഒരു ഫാമിലി ലെവലിലാണെങ്കിലും മറ്റ് കളക്ടിവിറ്റീസിലാണെങ്കിലും ഗ്രൂപ്പ്സിലാണെങ്കിലും ഇതിലൊക്കെയാണെങ്കിലും. അപ്പോൾ സ്റ്റേറ്റ് പവർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ മാക്രോകോസം ഓഫ് തൗസൻഡ്സ് ഓഫ് സച്ച് മൈക്രോ ലെവൽ പവർ റിലേഷൻസ്, ഡിഫറെന്റ് പവർ റിലേഷൻസിന്റെ ഒരു സമുച്ചയമാണ് വാസ്തവത്തിൽ സ്റ്റേറ്റ് പവർ എന്ന് പറയുന്നത് എന്ന് ഈ ഫൂക്കോ പറയും. അപ്പോൾ ഈ പവർ ഈസ് എവറിവേർ എന്ന് പറയുമ്പോൾ അതൊരു പ്രശ്നം തന്നെയാണ്. പവർ ഈസ് എവറിവേർ. മാത്രമല്ല, വേർ ദർ ഈസ് പവർ ദർ ഈസ് റെസിസ്റ്റൻസ്. എവിടെയൊക്കെ അധികാരമുണ്ടോ അവിടെയൊക്കെ പ്രതിരോധമുണ്ട്. മാത്രമല്ല, റെസിസ്റ്റൻസ് ഇല്ലാതെ ഉള്ളൊരു സ്ഥലത്ത് പവർ ഉണ്ടെങ്കിൽ അതൊരു പവർ റിലേഷൻ അല്ല എന്നാണ് തോന്നുന്നത്. ഇഫ് ദർ ഇസ് നോ റെസിസ്റ്റൻസ് അറ്റ് എ പ്ലേസ്, അപ്പോൾ അത് ഒരു പവർ റിലേഷൻസ് ആയിട്ട് കണക്കാക്കാൻ പറ്റില്ല. പക്ഷെ പവർ റിലേഷൻസ് എവിടെയുണ്ടോ അവിടെ റെസിസ്റ്റൻസ് ഉണ്ടാവും. അപ്പൊ മാർക്സിസ്റ്റ് ചിന്തകളുടെ ഏറ്റവും വലിയ പ്രശ്നം ഫൂക്കോയുടെ ഈ പവർ ഈസ് എവറിവേർ ആൻഡ് റെസിസ്റ്റൻസ് ഈസ് എവറിവേർ. അപ്പോൾ എവിടെയൊക്കെ അധികാരമുണ്ടോ അവിടെയൊക്കെ പ്രതിരോധം ഉണ്ടാവും. പക്ഷേ മാർക്സിസ്റ്റ് ചിന്തകന്മാർ പറയാ ഈ ഫൂക്കോയുടെ ഫൂക്കോസ് പവർ ഹാസ് കൊളോണൈസ്ഡ് റെസിസ്റ്റൻസ്, സബ്ഡ്യൂഡ് റെസിസ്റ്റൻസ്, ആൻഡ് റെസിസ്റ്റൻസ് ഇസ് ഡൂംഡ് ടു ഫെയിൽ. ഫൂക്കോയുടെ പവർ റെസിസ്റ്റൻസ് ഉണ്ട് ശരി, പക്ഷെ റെസിസ്റ്റൻസിനെ കൊളോണൈസ് ചെയ്തിരിക്കുന്നു ഈ പവർ, അതിനെ സബ്ജുഗേറ്റ് ചെയ്തിരിക്കുന്നു. സോ റെസിസ്റ്റൻസിന് ഒരിക്കലും ജയസാധ്യതയില്ല എന്നുള്ള മറ്റുള്ള ഒരു വിമർശനം ഫൂക്കോ നേരിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ പവറിനെ പറ്റിയുള്ള ഇതൊക്കെ പവർ നോളജ്, ആ ഒരു പവർ പ്രൊഡ്യൂസേഴ്സ് നോളജ് എന്നുള്ളതാണ്. അപ്പോൾ ഈ നോളജ് കൺവേഴ്സ്ലി നോളജ് ഓൾസോ പ്രൊഡ്യൂസേഴ്സ് പവർ. എങ്ങനെയാണ്? ദാറ്റ് ഈസ് ഇൻഎക്സ്ട്രിക്കബിൾ ലിങ്കേജ് ബിറ്റ്വീൻ നോളജ് ആൻഡ് പവർ. ദേ ആർ not different independent entities. They imply one another എന്നാണ് ഫൂക്കോ പറയാം. അപ്പൊ ഇത് പവറിനെ പറ്റിയുള്ള, പവറും നോളജും തമ്മിലുള്ള ബന്ധത്തെ പറ്റിയൊക്കെ മറ്റു പലരും പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇത്ര പുതിയൊരു നൂതനമായിട്ടുള്ള ഒരു ആവിഷ്കാരം പവർ നോളജ് റിലേഷൻഷിപ്പിനെ പറ്റി മുന്നോട്ട് വെക്കുന്നത് ഫൂക്കോയാണ്. ഫൂക്കോയുടെ ഈ സെക്ഷുവാലിറ്റി എന്ന് പറയുന്ന ഈ 3 പുസ്തകങ്ങളും ഫെമിനിസ്റ്റുകളുടെ പ്രകീർത്തനങ്ങൾക്കും അതോടൊപ്പം തന്നെ ഫെമിനിസ്റ്റുകളുടെ രൂക്ഷ വിമർശനങ്ങൾക്കും
പാത്രീഭവിച്ചിട്ടുണ്ട്. ജൂഡിത്ത് ബട്ട്ലറിനെ പോലുള്ള, അത് അവരുടെ പുസ്തകത്തിന്റെ പേര് ജെൻഡർ ട്രബിൾ ഇല്ല, എന്തോ ഒരു ട്രബിൾ ആണ്, എനിക്ക് മറന്നു. ജൂഡിത്ത് ബട്ട്ലർ ഫൂക്കോയെ അംഗീകരിക്കുന്ന ഒരു സ്ത്രീപക്ഷ, ഒരു ജെൻഡർ ചരിത്രകാരിയാണ്. അതേസമയം ഫൂക്കോയെ ഒരു മട്ടിലും അംഗീകരിക്കാത്ത സ്ത്രീപക്ഷ അല്ലെങ്കിൽ ജെൻഡർ ഹിസ്റ്റോറിയൻസ് ഉണ്ട്. അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഫൂക്കോ ഇസ് ജെൻഡർ ബ്ലൈൻഡ്. ഒരു ഘട്ടത്തിലും ഒരു പുസ്തകത്തിലും ഫൂക്കോ ജെൻഡറിന് പരിഗണിച്ചിട്ടില്ല. ജെൻഡർ വാസ് നെവർ എ സെൻട്രൽ തീം, നോട്ട് ഈവൻ എ തീം. അപ്പം വിമൻസ് ഒപ്രഷൻ, സ്ത്രീകളുടെ അടിച്ചമർത്തൽ, സ്ത്രീകൾ നേരിടുന്ന ആ ഒരു വിഷയം ഫൂക്കോയുടെ കൃതികളിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല. സോ ഫൂക്കോ ഇസ് ജെൻഡർ ബ്ലൈൻഡ്. അതുകൊണ്ട് ജെൻഡറിനെ അഭിസംബോധന ചെയ്യാത്തൊരു ചരിത്രകാരനെ അവരംഗീകരിക്കാൻ തയ്യാറായി. അതേസമയം ബട്ട്ലറിനെ പോലുള്ള ആളുകൾ ഫൂക്കോയുടെ സമീപനങ്ങളെ, ജെൻഡർ കൊണ്ടുവന്നോ ഇല്ലയോ എന്നല്ല, സ്ത്രീകൾ ഫൂക്കോയുടെ പുസ്തകത്തിൽ ഉണ്ടോ ഇല്ലയോ എന്നല്ല, ജെൻഡറുമായിട്ട്, ജെൻഡർ ഹിസ്റ്ററി, ജെൻഡേർഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഒക്കെ അന്വേഷിക്കാൻ ഫൂക്കോയുടെ സമീപനങ്ങളെ, ജീനിയോളജിക്കൽ അപ്രോച്ചസ് ഒക്കെ കാര്യമായി ആശ്രയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജൂഡിത്ത് ബട്ട്ലർ പോലുള്ള പലരും ഫൂക്കോയെ അങ്ങനെ നേരിട്ട് വിമർശിക്കാറില്ല. ഫൂക്കോയുടെ വിമർശ സമീക്ഷ തങ്ങൾക്ക് സ്വീകാര്യമാണ് എന്ന് പറയുന്നവരാണ്. എന്നാൽ ഫൂക്കോ ഈ ജെൻഡറിനെ ഒരു ഘട്ടത്തിലും അഭിസംബോധന ചെയ്യാത്തതുകൊണ്ട്, ജെൻഡർ ഫൂക്കോയുടെ ഒരു സെൻട്രൽ തീം അല്ലാത്തതുകൊണ്ട്, ഫൂക്കോയെ തള്ളിപ്പറയുന്ന സ്ത്രീപക്ഷ ചരിത്രകാരികൾ യഥേഷ്ടം ഉണ്ടുതാണ്. പിന്നെ മാർക്സിസ്റ്റ് ചിന്തകന്മാരുടെ ഫൂക്കോ വിമർശനത്തിൽ ഫൂക്കോ ഒരിക്കലും ഗ്ലോബൽ പവർ റിലേഷൻസ് അഭിസംബോധന ചെയ്യുന്നു. ഹോസ്പിറ്റൽസിലെ പവർ റിലേഷൻസ്, സ്കൂൾസിലെ പവർ റിലേഷൻസ്, പ്രിസൺസിലെ പവർ റിലേഷൻസ്, ഫാക്ടറീസിലെ പവർ റിലേഷൻസ്, അങ്ങനത്തെ ആ ലെവലിലുള്ള പവർ റിലേഷൻസ് ഒക്കെ, മൈക്രോ ഫിസിക്സ് ഓഫ് പവർ എന്ന് പറയുന്ന പവർ റിലേഷൻസ് ഒക്കെ ഫൂക്കോ അനലൈസ് ചെയ്തു. ബട്ട് ദ സ്റ്റേറ്റ്, ഏറ്റവും ഭീമാകാരമായിട്ടുള്ള പവർ റിലേഷൻസ്, പവർ സ്ഥിതി ചെയ്യുന്ന സ്റ്റേറ്റിനെ ഫൂക്കോ ഒരിക്കലും അപഗ്രഥിച്ചിട്ടില്ല. കാരണം അവർ പറയുന്നത് സ്റ്റേറ്റിന്റെ പവർ കൂടി വരും. അപ്പോൾ ആഗോളവൽക്കരണ കാലത്തൊക്കെ പലരും പറഞ്ഞത് സ്റ്റേറ്റ് വിൽ ഡിസപ്പിയർ, ബൗണ്ടറീസ് വിൽ ഡിസപ്പിയർ, നേഷൻസ് വിൽ ഡിസപ്പിയർ. ഇപ്പൊ എന്താ സംഭവിച്ചത്? ഇപ്പൊ സംഭവിച്ചത് സ്റ്റേറ്റ്, ബൗണ്ടറീസ്, നേഷൻ, ഈ പോപ്പുലിസം എന്നൊക്കെ പറഞ്ഞാൽ ഒരു തരം ഒരു അൾട്രാ റെട്രോഗ്രേഡ് നാഷണലിസമാണ്. അപ്പോൾ ഗ്ലോബലൈസേഷൻ വാസ്തവത്തിൽ അതിൻ്റെ തന്നെ ഒരു എന്താണോ, ഗ്ലോബൽ വില്ലേജ് ആവും, ബൗണ്ടറീസ് ഒക്കെ മാഞ്ഞു പോവും, നേഷൻസ് ഒക്കെ അപ്രത്യക്ഷമാവും, ഗ്ലോബൽ ഈ ലോകം തന്നെ ഒരു മഹാ ഇതായി മാറും. ഒരു വില്ലേജ് ഒന്നും ആയി മാറിയില്ല. വാസ്തവത്തിൽ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ നാഷണലിസം അൾട്രാ ജിങ്കോയിസ്റ്റിക് സുപ്രീമാസിസ്റ്റ് നാഷണലിസമായി മാറി. അത് അമേരിക്കയിൽ മാത്രമല്ല, യൂറോപ്പിലെ പല രാജ്യങ്ങളിലും അത് ദൃശ്യമാണ്. ഇന്ത്യയിൽ നമുക്ക് മുമ്പിൽ അത് പത്തി വിടർത്തി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സ്റ്റേറ്റ് പവറിനെ അഭിസംബോധന ചെയ്യാതെ ഇത്തരത്തിലുള്ള പവേഴ്സിനെ മാത്രം അഭിസംബോധന ചെയ്തതുകൊണ്ട് എന്ത് കാര്യം? Foucault was oblivious of global relations of power, and especially the state power, which has been assuming monstrous proportions nowadays. For history of sexuality,
രണ്ടും മൂന്നും വോളിയങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ ഏൻഷ്യൻ ഗ്രീസിലെയും ഏൻഷ്യൻ റോമിലെയും ഫിലോസഫേഴ്സും ഡോക്ടേഴ്സും ഒക്കെ എങ്ങനെയാണ് സെക്ഷുവാലിറ്റിയെ കണ്ടിരുന്നത് എന്നതിനെ പറ്റിയുള്ള കുറെ കാര്യങ്ങളാണ്. അതിൽ ഈ പവർ നോളജ് റിലേഷൻസ് കാര്യമായിട്ട് വരുന്നില്ല. അതിൽ സബ്ജക്റ്റ് ആൻഡ് സബ്ജക്റ്റിവിറ്റിയാണ് കൂടുതൽ വരുന്നത്. അപ്പൊ അത് നമ്മൾ വായിച്ചു പോകുമ്പോൾ രാജാവിന് എഴുതുന്ന കത്തിൽ ഈ വിന്റർ സീസണിൽ സെക്സിൽ യഥേഷ്ടം മുഴുകാം, പ്രശ്നമില്ല. ഇന്ന സീസണിൽ ബൈലിന്റെ കൂടുതൽ അക്യുമുലേഷൻ ഉണ്ടാവും, അതുകൊണ്ട് മോഡറേറ്റ് ആയിരിക്കണം. ഇന്ന സീസണിൽ സെക്സ് വളരെ ഓസ്റ്റിയർ, മോഡറേറ്റ് പോലുമല്ല, വളരെ വളരെ കുറക്കണം. ഇന്ന സീസണിൽ തീരെ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ രേഖകൾ, വളരെ കൗതുകകരമായിട്ടുള്ള രേഖകൾ ഫൂക്കോ ഹാജരാക്കണം. മാത്രമല്ല അക്കാലത്ത് ഈ ബോയ്സ് ആൻഡ് ഈ കൗമാരക്കാരെയും കുട്ടികളെയും ഒക്കെ കോട്ട് ചെയ്യുന്ന ഒരു ഇതുണ്ടായിരുന്നു. അതൊന്നും അക്കാലത്ത് ആരും വിലക്കിയിരുന്നില്ല. ഈ വിലക്കുകളൊക്കെ വരുന്നത് എൻലൈറ്റൻമെന്റ് ആ കാലഘട്ടത്തോടെ, വിക്ടോറിയൻ കാലഘട്ടത്തോടെ യൂറോപ്പിൽ. മധ്യകാലഘട്ടത്തിൽ റെനസൻസ് പീരീഡിൽ പോലും ഇത്തരം വിലക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് ഫൂക്കോ പറയുന്നത്. അപ്പോൾ ഈ എങ്ങനെ ഈ 17-ാം നൂറ്റാണ്ടിൽ തുടങ്ങിയ പ്രക്രിയ 19-ാം നൂറ്റാണ്ടാവുമ്പോഴത്തേക്ക് യൂറോപ്പിലെ വെസ്റ്റേൺ കൺട്രീസിലെ, വെസ്റ്റേൺ സൊസൈറ്റീസിലെ ഇൻഡിവിജ്വൽസിനെ എങ്ങനെ സെക്ഷൽ സബ്ജക്ട്സ് ആക്കി മാറ്റി എന്നതാണ് ഫൂക്കോയുടെ ഈ ആദ്യത്തെ വോള്യത്തിന്റെ രത്നച്ചുരുക്കം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും.